അങ്ങനെ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു. ഉറക്കം എണീറ്റാൽ തന്നെ നമ്മൾ ബെഡ് ക്ലീൻ ചെയ്ത് വെക്കുന്നത് എന്റെ പതിവായ ശീലം. ഇത് ഇനിയിപ്പോ എന്തൊക്കെ ഗുലുമാലുകളാ വന്ന് ചേരാൻ പോണെന്ന് പറഞ്ഞ് ഞാൻ റൂമിന്റെ വാലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പല്ല് തേച്ച് നേരെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. അങ്ങനെ പല്ലും തേച്ച് നേരെ പോയി നോക്കി നമ്മുടെ മീൻകുട്ടന്മാരെയാണ്. മേടിച്ചിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ കേട്ടോ. മേടിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളെങ്കിൽ കൂടിയിട്ട് ഇവരെ ഒരുമിച്ചിട്ടത് കൊണ്ട് കടിപിടി കൂടി 2 ചത്തുപോയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടിപിടി കൂടുന്ന ഈ വില്ലന്മാരെ ഞാൻ വേറെ ടാങ്കിലേക്ക് മാറ്റിയിട്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുത്തതായി സന്ദർശിക്കാൻ പോകുന്ന ഈ 2 വില്ലന്മാരെയാണ്. വില്ലന്മാര് ജനിച്ചിട്ട് 2-3 ആഴ്ചകളെ ആവുന്നുള്ളൂ. രണ്ടുപേരും വില്ലന്മാരാണ്. ഇപ്പൊ ഉറക്കപ്പിച്ചയിലായത് കാരണം കൊണ്ട് നമ്മളെ ഉപദ്രവിക്കാതിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ കൈയും കാലെല്ലാം മാന്തി പൊളിക്കും. നേരം വെളുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവരെല്ലാം കാണാതിരുന്നാൽ വളരെയധികം ദുഃഖം തോന്നും. എന്റെ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും എനിക്ക് നേരം വെളുത്ത കാണണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ. അങ്ങനെ അവരെ കുറച്ചു നേരം കളിപ്പിച്ച് ഞാൻ നേരെ വീടിന്റെ പുറത്ത് പോയി നോക്കി ഇവിടെ എന്തെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന്. ഇന്നവിടെ ആരെയും കാണാനില്ല, എല്ലാവരും പണിക്ക് പോയെന്ന് തോന്നുന്നു. ഡൽഹിയിലും പാലക്കാടും എല്ലാം ആയതുകൊണ്ട് ഞാൻ ഇവനെ കുറച്ചുനാൾ ഉപയോഗിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇവനെ എടുത്ത് നേരെ ചായ കുടിക്കാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു പോളോ GT കത്തിയിരിക്കുന്നു. ഇതെങ്ങനെ കത്തിയതാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ പോകുന്ന വരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് പെട്ടെന്നാണ് ഓരോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇങ്ങനെ ഒരു ചായ കുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ യാത്ര കഴിഞ്ഞ് വന്ന് നമ്മുടെ ഡ്രസ്സുകൾ ഇവിടെ അലക്കാൻ കിടക്കുന്നു. അത് നേരെ എടുത്തുകൊണ്ടേ നമ്മൾ ഇനി അലക്കാനാണ് നമ്മുടെ അടുത്ത പരിപാടി. പിന്നെ അലക്കും കുളിയും തേവാരം ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. ദിവസം കണ്ടുവെച്ച ഒരു സിനിമയുടെ ബാക്കിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന സ്ഥിരം ഒരു ഹോബിയാണ്. അങ്ങനെ ആ ചോക്ലേറ്റും കഴിച്ച് കിടന്ന കിടപ്പ എണീക്കുന്നത് ഞാൻ 6 മണിക്കാണ്. നോക്കുമ്പോൾ പെങ്ങളും അമ്മയെല്ലാം വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവന്മാരെ ഒന്ന് കളിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പെങ്ങളുടെ കൂടെ ഇരുന്ന് കളിപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളും അമ്മയും വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് അവരെന്ത് കൊണ്ടുവന്നു എന്നുള്ള കൗതുകമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. അങ്ങനെ അവർ ബിരിയാണി വാങ്ങിയിട്ടാണ് വന്നത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി. ഇന്നെങ്ങനെയെങ്കിലും ഒരു ബിരിയാണി കഴിക്കണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അവരെനിക്ക് ബിരിയാണി മേടിച്ചിട്ട് വന്നത്. ഇതുവരെയ്ക്കും ഫോളോ ചെയ്തില്ലേ? ഫോളോ ചെയ്യ്.